സൗദി അറേബ്യൻ രാജകുടുംബാംഗം അൽ വലീദ് ബിൻ ഖാലിദ് ബിൻ തലാൽ അൽ സൗദ് രാജകുമാരൻ അന്തരിച്ചു. കഴിഞ്ഞ 20 വർഷമായി കോമയിൽ കഴിയുകയായിരുന്ന വലീദ് സൗദിയിലെ സ്ലീപ്പിംഗ് പ്രിൻസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 2005-ൽ യുകെയിലെ മിലിറ്ററി കോളേജിൽ പഠിക്കുന്നതിനിടെയുണ്ടായ കാർ അപകടത്തെ തുടർന്ന് തലച്ചോറിന് ഗുരുതര പരിക്കേറ്റതോടെയാണ് വലീദ് കോമയിലെത്തിയത്. 20 വർഷമായി മെക്കാനിക്കൽ വെന്റിലേഷനെയും ഫീഡിംഗ് ട്യൂബിനെയും ആശ്രയിച്ച ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ പിൻബലത്തിലാണ് രാജകുമാരൻ ജീവിച്ചത്. അവസാനമായി അദ്ദേഹത്തിന് ചെറിയ അനക്കമുണ്ടായത് 2019-ലാണ്. അന്ന് അദ്ദേഹം വിരലനക്കുകയും തല ചെറുതായി ചലിപ്പിക്കുകയും ചെയ്തിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സമയത്ത് തന്നെ ഡോക്ടർമാർ രാജകുമാരനെ ലൈഫ് സപ്പോർട്ടിൽ നിന്ന് നീക്കം ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ പിതാവ് അൽ വലീദ് ബിൻ തലാൽ അൽ സൗദ് അതിന് സമ്മതിച്ചില്ല. പിതാവ് ഖാലിദ് ബിൻ തലാലും അമ്മ രാജകുമാരി റീമ ബിൻ തലാലും ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ കുടുംബം രാജകുമാരൻ ആരോഗ്യവാനായി തിരിച്ചുവരുമെന്ന് അചഞ്ചലമായ പ്രത്യാശ പ്രകടിപ്പിച്ച ചികിത്സ തുടരാൻ ആവശ്യപ്പെടുകയായിരുന്നു. ദൈവമകന് മരണം വിധിച്ചിരുന്നെങ്കിൽ അന്നത്തെ അപകടത്തിൽ തന്നെ ജീവൻ നഷ്ടമാകുമായിരുന്നു എന്നാണ് പിതാവ് പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് മകന്റെ ജീവൻ ഇത്രയും കാലം വൈദ്യസഹായത്തോടെ നിലനിർത്തിയത്.